നമസ്കാരം. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാടിനെ കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രതിനിധീകരിക്കുന്ന പ്രിയപ്പെട്ട MLA ഷംസുദ്ദീൻ സാഹിബ് അവർകളാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ഇവിടുത്തെ വിശേഷങ്ങൾക്ക് തരാം. നമസ്കാരം. അസ്സലാമു അലൈക്കും. നമസ്കാരം. എങ്ങനെയുണ്ട് 15 വർഷമായിട്ട് ഈ മണ്ണാർക്കാടിൻ്റെ പ്രിയപ്പെട്ട MLA ആണ്. ഈ 4ാമത്തെ ടൈമിൽ എത്തുമ്പോഴുമുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? ഞാൻ ഒരു യുവജന പ്രവർത്തകനാകുമ്പോഴാണ് 2011 യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലാണ് എന്നെ പാർട്ടി ഇങ്ങനെ ഒരു ചുമതല മണ്ണാർക്കാട് ഏൽപ്പിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു. തുടർന്ന് ഈ നാട്ടിൽ, ഈ മണ്ണിൽ, ഈ ജനങ്ങൾക്കൊപ്പമാണ് ഞാൻ ജീവിച്ചത്. ഒരുപാട് വികസന പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അതിനൊരു പ്രയോറിറ്റി നിശ്ചയിച്ചത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. കുറേ കാര്യങ്ങൾ, അടിസ്ഥാന വികസന രംഗത്ത് കുറേ കാര്യങ്ങൾ പരിഹരിച്ചു, പുതിയ വികസനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടുത്തുകാർക്കൊപ്പം ഇവരിൽ ഒരാളായി, ഈ നാട്ടുകാരനായി കഴിഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നല്ല തികഞ്ഞ ആത്മവിശ്വാസമാണ് ഈ കാര്യത്തിലുള്ളത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ്. അവരൊക്കെ വീണ്ടും ഞാൻ ഈ ഒരു ഉത്തരവാദിത്വം തുടർന്ന് നിർവഹിക്കണം എന്ന ഒരു മനോഭാവം തന്നെയാണ് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ഉള്ളത്. അവർക്കതങ്ങനെ വരാൻ ഇപ്പോൾ 15 വർഷം മുമ്പ് ഒരു മണ്ണാർക്കാടിൻ്റെ ഒരു രൂപം ഉണ്ടാവും. ഇന്ന് അതിനുശേഷം ഒരു വികസന പ്രവർത്തനം ഒരുപാട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയത് എന്നുള്ളത്? അത് ഇവിടെ അങ്ങനെ പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മണ്ണാർക്കാട് ഏറ്റവും പ്രധാനമായൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്, മണ്ണാർക്കാട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പാലമാണ് മണ്ണാർക്കാട് ടൗണിലുണ്ടായിരുന്നത്. അത് ഒരു സൈഡിലേക്ക് വാഹനം പോവുള്ളൂ, അപ്പോൾ മറു സൈഡ് ക്യൂ നിൽക്കണം. അപ്പോൾ ഈ വാഹനങ്ങൾ വർദ്ധിച്ച കാലത്ത് ഈ ഇങ്ങനെ ഒരു സൈഡ് വാഹനം പോയി കഴിഞ്ഞ് അടുത്ത സൈഡ് വാഹനം പോയി അതുവഴി ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഗതാഗത കുരുക്ക്. അത് മണ്ണാർക്കാട് പട്ടണത്തിൻ്റെ വലിയൊരു ശാപമായിരുന്നു. അതിൽപ്പെട്ട് ഈ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കായിരുന്നു. ഞാൻ വരുന്ന സമയത്തുള്ളൊരു ചിത്രം അതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഈ പാലത്തിൻ്റെ വീതി കുറവായിരുന്നു. ഞങ്ങൾ അതിന് പരിഹാരമായിട്ട് അതിനോട് ചേർന്ന് വേറൊരു പാലം നിർമ്മിച്ച് ഈ വീതി കുറഞ്ഞ പാലം എന്ന പ്രശ്നം പരിഹരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റും. അതോടുകൂടി റോഡിൻ്റെ സ്ഥലം എല്ലാം, പിന്നെ അന്യാധീനപ്പെട്ട സ്ഥലമൊക്കെ തിരിച്ച് ഏറ്റെടുത്ത് നല്ല രൂപത്തിൽ ടൗണ് വികസിപ്പിച്ചു. അപ്പം നല്ല വികസിത മണ്ണാർക്കാടായി. ഒരു ഗതാഗത കുരുക്കുമില്ല, വളരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന അവസ്ഥ വന്നു. പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും എന്താണോ അത് കണ്ടെത്തി പരിഹരിച്ചു. അതായത് ഞങ്ങൾ വന്ന വഴിക്ക് ഈ റോഡിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് പറയായിരുന്നു, നല്ല മനോഹരമായ റോഡാണ്, നമുക്ക് ഒരു കുഴപ്പമില്ല, ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുമെന്ന് പറയായിരുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷം നമ്മൾ പ്രതിപക്ഷത്തായിരുന്നല്ലോ. അപ്പം നമുക്ക് ആ വികസന കാര്യങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ച് നോക്കുമ്പോൾ ഭരണകക്ഷി MLA-മാരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് ഈ ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വമായിരുന്നു. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. ഇവരുടെ എല്ലാ വർക്കും കിഫ്ബിയിലായിരുന്നു. അപ്പോൾ കിഫ്ബി ആണ് എന്ന് കരുതി കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ അത് വലിയ തോതിൽ പണം കടമെടുത്ത് ഈ സംസ്ഥാനത്തെ കടക്കണിയിലാക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ കിഫ്ബിയിലാണ് റോഡുകളും പാലങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും അതൊക്കെ വാങ്ങില്ല നിവൃത്തിയില്ല. വലിയൊരു കടത്തിലാണ് ഇപ്പോൾ കൊണ്ട് നമ്മൾ എത്തിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ മാറ്റം നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? കേരളം സത്യത്തിൽ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെയും അതിൻ്റെ സമീപനങ്ങളെയും വെറുത്തും മടുത്തു എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഇതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അത് വ്യക്തമാണ്. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ദേശീയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇത്ര വലിയ സുനാമി ഇടതുപക്ഷത്തിനെതിരായി ഉണ്ടായത് ഇവരുടെ ഈ ഗവൺമെൻറ്റിനെതിരായ ജനവികാരം കൂടി അതിലുണ്ട്. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതിലൊക്കെ UDF വലിയ മുന്നേറ്റം ഉണ്ടായത്. പിന്നീട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച, അതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഈ തെരഞ്ഞെടുപ്പിലും കൂടി UDF ജയിപ്പിച്ച ജനം അവസാനിപ്പിക്കുള്ളൂ. ഏകദേശം എത്രത്തോളം സീറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്? ഞങ്ങൾ UDF പ്രതീക്ഷിക്കുന്ന ഒരു 100 സീറ്റിൻ്റെ വിജയമാണ്. ഇവിടെ ചില ഇടങ്ങളിൽ നമ്മുടെ സതീഷ് സാർ പറഞ്ഞ പോലെ ഒരു ബായി ഒരു കൈകോർക്കൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഈ ഇവർക്ക് രണ്ടു കൂട്ടർക്കും കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതൊരു നയമാണ്. LDF-നും CPM-നും അതേപോലെ തന്നെ BJP-ക്കും. അപ്പം അതിൻ്റെ ചില സഹകരണങ്ങളൊക്കെ പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്കതിൻ്റെ ഇന്ന് എത്രത്തോളം അത് ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല. ഇവിടെയൊക്കെ 3 അവരുടെ NDA സ്ഥാനാർത്ഥിയും ഒക്കെ ശക്തമായ രംഗത്തുണ്ട്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് പുതിയതായിട്ട് നമുക്കൊരു പദ്ധതികളോ അല്ലെങ്കിൽ ഒരു വികസന കാഴ്ചപ്പാടോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്ലാൻ. വികസനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്ന് വരുമ്പോൾ നമുക്ക് അടുത്ത സ്വപ്നം ഉണ്ടാവും. അതെ. അപ്പോൾ ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇവിടെ ഒരു സൈബർ പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്ക്,
ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഒരു എഞ്ചിനീയറിംഗ് കോളേജോ പോളിടെക്നിക്കോ, അതുപോലെ ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൂറിസം കോറിഡോർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആശയങ്ങളാണ് എൻ്റെ മുമ്പിൽ. ഇപ്പം നമ്മളിവിടുത്തെ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇവിടെ ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ ജോലി ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് PSC ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും ജോലി കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ തൊഴിൽ മേഖല നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാം, അതിനൊരു പരിഹാരം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത്. പിന്നെ യുവാക്കൾ പലരും നാട് വിട്ടു പോവുകയാണ് ഇവിടെ. നമുക്കപ്പോൾ UDF ഒരു വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് വെച്ചു പുലർത്താൻ കഴിയുമോ? തീർച്ചയായും നമ്മുടെ നാട്ടിൽ പുതിയ തൊഴിൽ സംരംഭങ്ങളും അതിനനുസരിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ വേണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞത് കൊണ്ടാണ് കുട്ടികൾ മുഴുവൻ പുറത്തു പോയത്. അപ്പോൾ കാര്യക്ഷമമായ രീതിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുനഃസംവിധാനിക്കണം. അതോടൊപ്പം തൊഴിലിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മുടെ കുട്ടികൾ കേരളത്തിൽ തന്നെ നിൽക്കും. അങ്ങനെ നമുക്ക് കേരളത്തെ ശക്തീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആരോഗ്യ മേഖലയാണ് പോലും പല പല കയ്യബദ്ധങ്ങൾ വെച്ചിട്ട് ന്യായീകരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ ഇവർ തകർത്തത് കേരളത്തിന്റെ ആരോഗ്യരംഗമാണ്. ആ രംഗത്ത് ആരോഗ്യ രംഗത്തെ പുനഃസംവിധാനിച്ച് കൊണ്ടുവരണം. ഒരു UDF ഗവൺമെന്റ് വന്നാൽ ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം അത് തന്നെയാണ്. പിന്നെ മറ്റുള്ള നമ്മുടെ ഒരു നല്ല പദ്ധതി എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്കൊരു കയ്യൊപ്പ് ചേർത്താൻ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പറ്റിയിട്ടുണ്ട്. UDFന്റെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് നവരത്ന പദ്ധതികളുണ്ടായിരുന്നു. കൊച്ചിൻ മെട്രോ, വാട്ടർ മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. എന്തുണ്ട് കാണിക്കാൻ? ഒന്നും. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഒരു പദ്ധതികൾ ഇതിന് ബദലായിട്ട് നമ്മൾ UDF ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മേഖലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ UDFിൻ്റെ സംവിധാനത്തിൽ എന്തെങ്കിലും പ്ലാനിങ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? UDF അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം തന്നെ കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ആരോഗ്യരംഗത്ത് ഇൻഷുറൻസ് പരിരക്ഷ, ആരോഗ്യ സംവിധാനങ്ങൾ എങ്ങനെ പുനഃസംവിധാനിക്കും, പിന്നെ നമ്മുടെ കടൽ തീരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചരക്ക് ഗതാഗതം, അങ്ങനെ കുറേ സംഗതികൾ UDF നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തുന്ന മാറ്റങ്ങൾ, ആരോഗ്യ കോൺക്ലേവും ഹെൽത്ത് കോൺക്ലേവും എഡ്യൂക്കേഷൻ കോൺക്ലേവും ഒക്കെ നടത്തിയിട്ട് ആ രീതിയിലൊരു പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മളുടെ ചൂരൽമല വയനാട് അവിടുത്തെ ദുരന്തത്തിൽ ഏറ്റവും വലിയ ഒരു സഹായം പദ്ധതി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും അതുകൊണ്ട് പകുതിയിലധികം കഴിഞ്ഞതും മുസ്ലിം ലീഗ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാരവാഹി ആണല്ലോ, എൻ്റെ ഒരു മുൻ ലീഡർ, യൂത്തിൻ്റെ ലീഡറാണ്, ഇപ്പോൾ മെയിനിലാണല്ലോ. ആ ഒരു ദൗത്യം നിറവേറ്റാൻ കഴിഞ്ഞതിലുള്ള ആ ഒരു നമ്മളെപ്പോഴും സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ജനം ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ വലിയ തോതിൽ ഞങ്ങൾ കളക്ട് ചെയ്തപ്പോൾ ജനം ഞങ്ങളുടെ കൂടെ നിന്ന് വലിയ ഫണ്ട് ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞത്, നിങ്ങൾ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആ 100 വീടുകളും ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കുക, ഞങ്ങളതിൻ്റെ പൈസ കൊണ്ട് തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല, സ്ഥലം ഏറ്റെടുത്തിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ സ്വന്തമായി സ്ഥലം ഏറ്റെടുത്ത് ഗവൺമെൻറ് കൊടുക്കേണ്ട വീടുകളിൽ നിന്ന്, ഗവൺമെൻറ് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കൊടുത്തത്. അതായത് ഇതിൻ്റെ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ നിന്ന് 100 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അവർക്ക് ഞങ്ങൾ വീടുണ്ടായി കൊടുത്തു. ഇപ്പോൾ എബിൻ വർഗി കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പറയുണ്ടായി, 20 ലക്ഷം രൂപ വെച്ചിട്ടൊരു വീട് കൂട്ടിയാൽ തന്നെ 400 വീടിന് 80 കോടി രൂപയുള്ളൂ. പക്ഷേ വലിയൊരു സംഖ്യയാണ് ഈ ഗവൺമെൻറ് പിരിച്ചെടുത്തതിൻ്റെതായിട്ടുള്ള കണക്കുകൾ കാണിക്കുന്നത്. ഒരു വലിയ അഴിമതി നടന്നതായിട്ട് അവിടെ പറയപ്പെടുന്നതിൽ അല്ല, അതൊക്കെ ഗവൺമെൻറ് അത് വ്യക്തമാക്കണം. അങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ ഗവൺമെൻറ് കാര്യങ്ങൾ സുതാര്യമായിരുന്നു എന്ന് അവർ വ്യക്തമാക്കണം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയ സംഭവം ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ ആയിട്ടുള്ളതും ലീഗിൻ്റെ ആയിട്ടുള്ളതും പിന്നെ നമ്മളുടെ ഗവൺമെൻറ് ആയിട്ടുള്ള പദ്ധതികൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ അവിടുത്തെ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു പാക്കേജ് ഇപ്പോൾ പ്രഖ്യാപിച്ചതെല്ലാം നമ്മുടെ ഗവൺമെൻറ് വന്നാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കാൻ പറ്റും. തീർച്ചയായും ചൂരൽമല മുണ്ടക്കൈ നിവാസികളോട് വലിയ കരുണാർദ്രമായ ഒരു സമീപനം UDF വന്നാലുണ്ടാവും. അവരെപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഇനി അതിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണോ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണോ, അത് UDF ഗവൺമെൻറ് ചെയ്യും. ഇപ്പോൾ മണ്ണാർക്കാട് തുടർച്ചയായിട്ട് ഇപ്പോൾ 4ാമത്തെ ടൈം നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു പ്രത്യേക ചോദ്യമാണ് വെച്ചാൽ, ഷാജി സാഹിബ് വേങ്ങരയിലേക്ക് വന്നു, അഴീക്കോട് നിന്ന് വന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഈ മണ്ണാർക്കാടിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിൽ തന്നെ ഉറച്ചു നിന്നതെന്ന് പറയാമോ? എനിക്ക് നല്ല തികഞ്ഞ ആത്മവിശ്വാസമാണ്. കാരണം ഞാൻ ഇവിടെയാണ് ഈ 15 കൊല്ലം ജീവിച്ചത്. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നോടുള്ള ജനങ്ങളുടെ സമീപനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ എനിക്ക് മണ്ണാർക്കാടിനെ സംബന്ധിച്ച്, താങ്കളുടെ ചോദ്യം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, നല്ല വിശ്വാസമാണ്. മറ്റതൊക്കെ രാഷ്ട്രീയമായ ഓരോ തീരുമാനങ്ങൾ പാർട്ടി എടുക്കുന്നതാണ്. പിന്നെ പാർട്ടിയിലിപ്പോൾ ചില സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളൊക്കെ രണ്ടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം പാർട്ടി വളരെ വിദഗ്ധമായിട്ട്
കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമാണ്, ചില ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും അതൊന്നൊരു മറ്റു പാർട്ടികളെ പോലെ ഒരു പൊട്ടിത്തെറിയോ അതെ 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 ഇവിടുന്ന് അപ്പുറത്ത് പോയി സ്ഥാനാർത്ഥിயான സ്ഥിതി ഒന്നും ഉണ്ടായിട്ടില്ല. അതെ അതെ അതൊരു മറ്റുള്ള പാർട്ടിയെ അപേക്ഷിച്ചിട്ട് ലീഗിൽ അങ്ങനത്തെ ഒരു നല്ല വലിയ തികഞ്ഞ അച്ചടക്കപരമായിട്ട് അച്ചടക്കം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അതൊരു വളരെ അഭിനന്ദനാർഹമാണ് സംഭവം. ഏതായാലും ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ ഇവിടുത്തെ ചൂട് ട്രെൻഡും കാര്യങ്ങളൊക്കെ പ്രചരണമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല അതിൽ നമ്മുടെ ഭൂരിപക്ഷം നമ്മൾ കഴിഞ്ഞ തവണത്തേനേക്കാൾ നമ്മൾ വർദ്ധിപ്പിക്കും. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്നും പിന്നെ എന്താ പറയുക ലീഗിൻ്റെ നല്ലൊരു നേതൃനിരയിൽ ഭാരവാഹിത്വത്തിലേക്ക് തന്നെ വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസ നേരുന്നു. താങ്ക് യു വെരി മച്ച്.